വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് നിൽജ ചേച്ചിയുടെ വീട്ടിലാണ്. സോ നമുക്ക് അവിടെ ചെന്ന് നിൽജ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു പണി കൊടുക്കണം. ചെറിയൊരു ഗെയിം സെഷനൊക്കെ കണ്ടക്ട് ചെയ്യണം. ചിലപ്പോൾ ആ ഗെയിം സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പണി ഞാനായിരിക്കും മേടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം ആ ഫാമിലിക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം ആദ്യം, അല്ലേ? ബാ. ഹലോ 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 നിജ ചേച്ചി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. നല്ല അടിപൊളി സ്ഥലം, നല്ല അടിപൊളി വീട്, ഗാർഡൻ ഏരിയ, പൊളി. ഓക്കെ ചേച്ചി, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നോ? ഓക്കെ, ഹസ്ബൻഡിനോട് ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്, യുജീൻ എന്ന പേര്. നമുക്ക് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ, അകത്തേക്കോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ചേച്ചിയോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ മനസ്സിലായോ ആക്ച്വലി എന്താ സംഭവം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയോ ചേട്ടാ? ഒരു ചെറിയ ഐഡിയ കിട്ടി. കാരണം ഇത് എന്നെ നന്നായിട്ട് സ്നേഹിക്കാനുള്ള ഒരു പരിപാടിയാന്ന് എനിക്ക് പിടികിട്ടി. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ? അതെ, സൂര്യ കോമഡിയിൽ നിന്ന് ഇങ്ങനെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഒരു പരിപാടി ഉള്ളത് കണ്ടു നമ്മൾ ടി-വിയിൽ. കണ്ടായിരുന്നു അല്ലേ? അപ്പൊ കൂടുതലും നമുക്ക് വലിയ ബിൽഡപ്പിന്റെ ആവശ്യമൊന്നും വന്നില്ല. ചേട്ടന് വന്നപ്പോ തന്നെ കാര്യം മനസ്സിലായി. അല്ല, ബൈ ദ ബൈ ചേട്ടന്റെ പേരെന്തായിരുന്നു? യുജീൻ. ചേച്ചി എന്നോട് അവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് അങ്ങോട്ട് ആ ഒരു പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല. യുജീൻ വെറൈറ്റി പേരാണല്ലോ. എന്താ അതിന്റെ മീനിങ്? ഗുഡ് ജീൻ. ഗുഡ് ജീൻ. ഓക്കെ. ചേട്ടൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ഒരു എഞ്ചിനീയർ ആണ്. ഒരു ഐസ്ക്രീം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉണ്ട്. ഓ ഓക്കെ. നിജ ചേച്ചി എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ പാർട്ട്ണറാണ് ഐസ്ക്രീം കമ്പനിയിലെ. അപ്പോൾ കമ്പനിയിൽ പോകും. ഓക്കെ, രണ്ടുപേരും കൂടാണ് അപ്പം ബിസിനസ് മാനേജ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ചേച്ചി എങ്ങനെയാ ഈ ബിസിനസ്സും വീട്ടിലെ കാര്യങ്ങളും കൂടെ ഒക്കെ? ചേട്ടൻ എങ്ങനെയാ ചേച്ചി ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ചേട്ടൻ വീട്ടിലെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും? ഞാൻ കൊടുക്കുന്നത് ഹെൽപ്പാണോ എന്ന് അവിടെ ചോദിക്കണം. ആണോ? ഞാൻ പോകാറുണ്ട് സാറിന്റെ കമ്പനിയിൽ, അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ഉപദ്രവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെ ഉപദ്രവം ഉണ്ടോ അതോ ഹെൽപ്ഫുൾ ആണോ? ചെക്ക് ഒപ്പിടാൻ പറയുമ്പോ ഒപ്പിടണ്ട, എല്ലാം ഒപ്പിട്ട് തരുന്നുണ്ട്, അത് മതി. ഓക്കെ, ചേട്ടൻ എങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവോ? വീട്ടിൽ അത്യാവശ്യം എല്ലാം, കുക്കിംഗ് ഒഴിച്ച് ക്ലീനിങ് ഒക്കെ വലിയ ഇഷ്ടമാണ്. വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഞങ്ങൾക്ക് രണ്ട് ആമക്കളാണ്. രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. മൂത്തയാള് MRF-ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് കുഷ്മാൻ ആൻഡ് വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. ഇളയാള് റീസെന്റ് ഗ്രാജുവേറ്റഡ്. ആള് സൊമാറ്റോയില്. പേരെന്താ രണ്ടുപേരുടെ? വിവേക് യുജീൻ, നിഖിൽ യുജീൻ. ഓക്കെ. അപ്പോൾ നമ്മൾ മറ്റേ വീട്ടിലെ കാര്യങ്ങളിലേക്ക് എത്തിയതിൻ്റെ ഇടയ്ക്കായിരുന്നു ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത്. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ കുക്കിംഗ് അത്ര അറിയത്തില്ല അല്ലേ? ഇല്ല, അത് നല്ലതാണ്. ഒത്തിരി ശല്യം വരില്ലല്ലോ, നമുക്ക് സമാധാനമായി ചെയ്യാം. എന്നാലും കുറച്ച് ഹെൽപ്പ് വേണമെന്ന് നമുക്ക് തോന്നില്ല ചേച്ചി? എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചായയും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇല്ലാത്ത സമയത്ത് തന്നെ ചായയൊക്കെ ഉണ്ടാക്കും. ഞാനുള്ള സമയത്ത് വരാറില്ല. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ചേട്ടൻ വന്ന് ഇരുന്നോണ്ടാന്ന് തോന്നുന്നു. ചേച്ചിക്ക് നേരത്തെ ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നേ. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് സംസാരിച്ച സമയത്തും നമ്മളെ പണി കൊടുക്കാൻ വിളിക്കുന്ന സമയത്തും ഒക്കെ ചേച്ചി വളരെ ആവേശത്തോടെ ഇരിക്കുകയായിരുന്നു. ചേട്ടൻ ഇട്ടിപ്പോ എന്താ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുമല്ലോ. പകുതി പള്ളിക്ക് കൊടുത്തേരെ. അപ്പൊ ചേട്ടാ, നമ്മൾക്ക് ചേട്ടന് എന്ത് പണി വേണം എന്നാണ് ചേട്ടൻ ആലോചിക്കുന്നത്? ഞങ്ങൾ അതായത് നമ്മൾ ഷോ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ചേട്ടന് എന്തെങ്കിലും ഒരു ടാസ്ക് ചേട്ടന്റെ മനസ്സിലുണ്ട്, ഇന്ന ടാസ്ക് എനിക്ക് തന്നാൽ നന്നായിരിക്കും? ഇൻഡോർ ഔട്ട്ഡോർ കൊടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുക്കിംഗ് ഒക്കെ പിന്നെയും ഗ്രാസ്പ് ചെയ്യും. കുക്കിംഗ് ചിലപ്പം കോൺഫിഡൻസ് ലെവൽ ഒത്തിരി കൂടുതലാ. അപ്പം എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കും. ഒരു മയത്തിലൊക്കെ പകുതി കൂടുതൽ കൊടുത്തേരട്ടോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ എനിക്ക് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചപ്പോ നമുക്ക് കൊടുക്കുക? ഇത്രയും കോൺഫിഡൻസ് ലെവലുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യമായ ഒരു പണി കൊടുക്കണമല്ലോ. ഒരു ചെടിയൊക്കെ ഒരു ചെടിയോ എന്തെങ്കിലും നടാൻ പറഞ്ഞാൽ മതി. ഗാർഡനിങ് താല്പര്യമുള്ള ആളാണ്, പക്ഷെ അതിന്റെ ബേസിക്സ് അറിയത്തില്ല എന്ന് തോന്നുന്നു. ശരിയാ. അല്ല, പക്ഷെ ഉണ്ടല്ലോ ചേച്ചി, ഇവിടെ ഭയങ്കര നല്ല അടിപൊളി ഗാർഡൻ, കുറേ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട്. ആരാ ഇത് ഫുൾ നോക്കുന്നത്?
ഇത് മൊത്തം പള്ളിക്കാണല്ലോ ഇത്. അല്ലേ? ഇത് പകുതി ഒന്നും ഗാർഡനേഴ്സ് വരും മാസത്തിലൊരിക്കല് അവര് വന്ന് കംപ്ലീറ്റ് പുല്ലൊക്കെ വെട്ടി അത്യാവശ്യം ചെയ്യും. ബാക്കി ഡെയിലി മെയിൻ്റനൻസ് ഞങ്ങൾ തന്നെ. അല്ല, ആ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഐഡിയ ഇവിടെ അമ്മയ്ക്ക് ചേട്ടന്റെ മദർ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ ബൊഗേൻവില്ല ഇവിടെ കുറെ ഇരിക്കുന്നുണ്ട് ചട്ടികള്. അതിൽ പകുതി അമ്മയുടെ കളക്ഷൻസാണ്. അമ്മ മരിച്ചത് 2005 എന്നാലും അന്നത്തെ കളക്ഷൻസ് ഞങ്ങൾ ഇന്നും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ചട്ടി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ബൊഗേൻവില്ലയുടെ കളക്ഷൻസ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൊഗേൻവില്ല. ഓക്കെ, അപ്പൊ അതല്ല ഇവിടെ ഭയങ്കര ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരുമ്പോ ഒരു റിസോർട്ട് വരുന്ന ഒരു ഫീൽ ഉണ്ട്. ഇറങ്ങി ഇവിടെ അതെല്ലാവരും പറയാറുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ചേട്ടന് നമുക്ക് എന്ത് ചെടിയാ നടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ പണി കൊടുക്കാൻ വേണ്ടി? വെച്ചിട്ടില്ല. ചട്ടി ഇരിക്കുന്നുണ്ട്, ഒരു വലിയ ചട്ടി ഉണ്ട്. എടുത്ത് വെച്ചിട്ടില്ല. അവിടെ ഉണ്ട്, സാധനം ഉണ്ട്. അല്ല, എടുത്ത് വെക്കണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. ചേട്ടൻ കണ്ടുപിടിച്ച് ചെയ്യണമല്ലോ, അപ്പോഴാണല്ലോ അത് ടാസ്ക് ആവുക. ഓക്കെ, പിന്നെ അതിനൂടെ മിക്സ് ചെയ്യേണ്ടതും മണ്ണും അതൊക്കെ. അല്ല ചേട്ടാ, ചേട്ടന് ഇരിപ്പുണ്ടെന്ന് ഞാൻ പോയി ചട്ടി എടുത്ത് നടാൻ പോവാന്ന്. ചേട്ടനാ നടാൻ പോകുന്നതൊന്ന് ചോദിക്കും. എന്റെ കൈയൊക്കെ ചീത്തയാവല്ലോ എന്ന് പറഞ്ഞ് രക്ഷടിച്ചിരിക്കുക. അല്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, എവിടേക്ക് എന്തൊക്കെ ഇരിക്കുന്നതെന്ന് ഇപ്പോഴേ ചോദിച്ചു. കാരണം ചേച്ചി വരില്ല, നമ്മൾ രണ്ടും കൂടെ പോയി വേണം ചെയ്യാൻ. അപ്പൊ എനിക്കും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കൈ കെട്ടി നിക്കത്തേ ഉള്ളൂ. അപ്പൊ ചെടി എവിടെ നിന്ന് കിട്ടും? നിങ്ങളുണ്ടോ? അതൊക്കെ ചോദിക്ക്, എന്തോ ചെയ്യണോന്ന്. ചെടി ആ ബാമ്പു എടുത്ത് നട്ടാ മതി. ഏത് ബാമ്പു? ഏത് ബാമ്പു? അവിടെ ഇരിക്കുന്ന പറഞ്ഞു കൊടുത്താൽ അവിടെ ഇരിക്കുന്നത് എവിടെയാന്ന് പറഞ്ഞു. ആ പട്ടിക്കൂടിന്റെ അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം നട്ടാ മതി. ഒരെണ്ണം നട്ടാ മതി. ഒരെണ്ണം മതി, ചെറിയ മണിയായി പോയി. അപ്പൊ ചേച്ചി ഇവിടെ ഇരിക്കും, ഞങ്ങൾ ചെടിയൊക്കെ നട്ടതിന് ശേഷം വിളിക്കാം. അപ്പൊ അങ്ങോട്ട് നമ്മൾ ഏത് വഴി പോകും? ഗാർഡൻ എവിടാ? ഗാർഡൻ ഈ വഴി ഇറങ്ങിയാൽ മതി. അല്ല, ഗാർഡൻ എവിടാന്ന് അറിയാം. ഞാൻ ചോദിച്ചത് നമ്മുടെ മറ്റേ ബാമ്പു ഇരിക്കുന്നതും ചട്ടി ഇരിക്കുന്നതും ഇതുവഴി പോയാൽ മതി. ഈ റൂട്ട് ഇതാ. ഇറങ്ങാമെങ്കിൽ നമുക്ക് പോവാം. ബൈ ബൈ. ചട്ടി അവിടെ ഉണ്ട്. ഓക്കെ. ഇതിൽ നിറച്ച് പുളിയുറുമ്പാണല്ലോ. വലിയൊരു ചട്ടി തന്നെ എടുക്കാം. ഓ, നിറച്ച് ഉറുമ്പ. ഇവിടെ വെച്ച് നടാല്ലേ നമുക്ക്? ഇനി മണ്ണ് വേണ്ട? മണ്ണോ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ചേച്ചി പറഞ്ഞു, അതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നറിയോ? ഔട്ട് ഹൗസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. നോക്കാം. ടൂൾസ് കാര്യം നടന്നില്ലെങ്കിലും ടൂൾസ് കയ്യിലുണ്ടെങ്കിൽ ഒരു ഗമയാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നാവും. പിടിച്ചെന്നേ ഉള്ളേ, പണി ഞാൻ എടുക്കില്ല. ചട്ടിയായി, വളമായി, മണ്ണായി. ഇങ്ങനെ ഇട്ടാൽ പറ്റൂല. അതിന്റെ ഇവിടെ വലിയൊരു തുളയുണ്ട്, കല്ല് വെക്കണം. അത് വെച്ചില്ലെങ്കിൽ ആ മണ്ണ് മുഴുവൻ അതിലെ പോകും. ചേട്ടാ, പോയെങ്കിൽ ഒരു ചെടി എടുത്തിട്ട് നമ്മൾ വെക്കാനായിട്ട് നേരത്തെ ബാമ്പു അല്ലേ പ്ലാൻ ചെയ്തിരുന്നത്? ബാമ്പു എവിടെ ഇരിക്കുക നേരത്തെ ചേച്ചി പറഞ്ഞു? എന്തോ ഒരു റൈറ്റ് സൈഡ്, എന്തോ ഒരു ക്യൂ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, പട്ടിക്കൂടിന്റെ അടുത്ത്. യെസ്. എടുത്തിട്ട് വരാം. എടുത്തോണ്ടിരാം. ഇതൊന്ന് ഇത് കഴിയുമ്പോ ഞാൻ കൊണ്ടുപോകും കേട്ടാ. ഇതെല്ലാം എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ ചെടിക്ക്? ഇത് പെയിന്റേഴ്സ് ബാമ്പു എന്നാണ് പറഞ്ഞത്. ഓക്കെ. പെയിന്റേഴ്സ് ബാമ്പു എന്ന് പറഞ്ഞാൽ ബ്രഷ് വെച്ച് പെയിന്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഫീലാണ് ഇതിന്റെ ലീവ്സിന്. ഇവിടെ ഇതിന്റെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ചേട്ടാ, അപ്പം എല്ലാം ആയല്ലേ? ഇനി നമുക്ക് ഇത് എടുക്കാം. ഞാൻ ബാമ്പു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ സങ്കല്പത്തിലെ ബാമ്പു മറ്റേ കുറച്ച് തിക്കായിട്ട് ഉള്ള സ്റ്റെം ഉള്ള ബാമ്പു ഇല്ലേ? അല്ല, അതിന് വേറെ ആയിരിക്കും പറയുന്നത്. എനിക്ക് യെല്ലോ ബാമ്പു. ഓക്കെ. ഇത് പെയിന്റേഴ്സ് ബാമ്പു. ഇത് പെയിന്റേഴ്സ് ബാമ്പു ആണെന്നാണ് വിശ്വാസം. ഈ രണ്ട് മണ്ണും സെയിം ആണോ? അല്ല.
ഇതിൽ കൊക്കോ പീറ്റൊക്കെ ഉണ്ട്. ആഹാ. ചേട്ടൻ സാധാരണ ഇങ്ങനത്തെ ജോലികളൊക്കെ ഇവിടെ ചെയ്യാറുണ്ടോ? ഗാർഡനിൽ ഗാർഡനിങ് പരിപാടികൾ ചെറിയ രീതിയിൽ പണ്ടൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിനുള്ള ക്ഷമയില്ല, എന്നാലും താല്പര്യ. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത്? ഉറപ്പായിട്ടും. ഓക്കെ, അതിനപ്പോൾ നമ്മൾ വേണ്ടി വന്നു അല്ലേ? അല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണേ. അപ്പം നമ്മൾക്ക് ഈ ഒരു പോട്ടിനകത്ത് എത്ര എണ്ണം ഇതേപോലത്തെ വെക്കാൻ പറ്റും? ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്യണം. ഇത് നമുക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്യാം. കാരണം ഇതിങ്ങനെ ചെറുതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വലിയ ബാമ്പു ആവില്ല. ഇതെല്ലാം ഇങ്ങനെ ഈ ഒരു ഫിംഗറിന്റെ വണ്ണത്തിൽ വരും. അപ്പോൾ നമുക്ക് ഇത് ബോൾ പോലെയോ അല്ലെങ്കിൽ ഒരു പിരമിഡ് പോലെ സിലിണ്ടർ പോലെയോ ഒക്കെ ആക്കാം. ഓ, നമുക്കത് വളർന്നു കഴിയുമ്പോൾ കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ പറ്റും. ഓക്കെ. ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല ചേട്ടാ, നമ്മൾ ഈ പോട്ടിനകത്ത് ഇപ്പം നടുന്നില്ലേ, അങ്ങനെ എത്ര എണ്ണം ഒരു പോട്ടിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അത് ഈ പരുവത്തിലുള്ള ഒരു ഇത് ഫുള്ള് നടാം. ഓക്കെ. ഒരു ആറെണ്ണൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫുൾ തിക്കായിട്ട് വരും. ഇത് ഇവിടെ തന്നെ ഉള്ളതിൽ നിന്ന് ഉള്ള സീഡ് കൊണ്ടുണ്ടായതാ ഇത്. ഇത് ഇവിടെ തന്നെ ഉണ്ടായ സീഡ്. ഇവിടെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ വലിയ പ്ലാന്റ് ഉണ്ട്. അതിന്റെ പൂക്കള് നിലത്ത് വീണ് ഉണ്ടായ അത് എടുത്ത് നട്ട് വെച്ചത്. ഇത് ചാണകപ്പൊടിയാ. വളമിട്ടു അല്ലേ? വളമിട്ടു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത്ര വാചാലയായി ചോദിച്ചത് എന്താണെന്നറിയോ? ചേട്ടന് ഇതൊക്കെ അറിയാവോന്ന് അറിയാനായിരുന്നു. നല്ല കാര്യമായിട്ട് ഇതെല്ലാം അറിയാലോ, എന്നിട്ട് അവിടെ നിന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അഭിനയായിരുന്നോ? എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചെയ്യുമ്പോ നിങ്ങൾ കൈയടിക്കൂലേ? അതെനിക്ക് മനസ്സിലായി. ഇനി അല്ലാതെ വേറൊരു കാര്യമുണ്ട്, അറിയാത്ത കണക്കിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണി ഏൽപ്പിക്കൂല്ലല്ലോ. അതെ അതെ. ഇനി ഇതില് നമുക്ക് ഒരു പരിപാടി കൂടെ ചെയ്യാം. ഇതിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാം. അതായത് കുറച്ചും കൂടെ ഭംഗിയാക്കാം. അതിനുള്ള ഒരു സുന്ദരാക്കാം. അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ. ഇത് പെബിൾസാ. അപ്പോൾ ഈ പെബിൾസ് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് കിടക്കും. കണ്ടോ? ടാസ്ക് കൊടുത്ത പോലൊന്നുമല്ല, ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായി ഓടി നടന്നെല്ലാം ചെയ്തു തരുന്നു. ഇത് ലേശം കൂടെ പെബിൾസ് വേണം. കുറച്ചും കൂടെ രസമാവും അല്ലേ? ഇതിപ്പോൾ മൾട്ടിപ്പിൾ വൈറ്റ് ഉണ്ട്, ക്രീം ഉണ്ട്, ഇത് ഗ്രേ ഉണ്ട്. അപ്പോൾ ഇതിനി ചെളിക്കൂല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ പ്ലാന്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് അതിലിങ്ങനെ വരിയായിട്ട് നട്ടിട്ട് ഈ സൈഡിൽ കൂടെ ഇതുപോലെ പെബിൾസ് വെച്ച് കൊടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ. അപ്പം ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇനി വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം എടുത്തോണ്ട് വരാം. വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ തീരെ എന്നിട്ട് നമുക്ക് ചേച്ചി ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് ചേച്ചിനെയും കൊണ്ട് നമുക്ക് എടുത്തു വെപ്പിക്കാം. ഇനി വെള്ളം ഒഴിക്കണം എങ്ങനെയാന്ന് പഠിപ്പിക്കണോ? ഇതെന്താ ചേട്ടാ, ചേട്ടന് ടാസ്കാ ചേട്ടാ തന്നത്? ചേട്ടന്റെ വാച്ച് എന്റെ കയ്യിലുണ്ട്, മറക്കണ്ട. ഞാൻ മറക്കൂല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുളിയോണിട്ട് നോക്കണേ ഓടിപ്പോയോ. മറ്റേത് സിനിമയ്ക്കകത്ത് പറയുന്നല്ലോ, വിശാല മനസ്കനായ ആരാണ്ടോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വാച്ച് എനിക്ക് തരും അല്ലേ? ഇതിന്റെ അടിയിൽ ഒരു വലിയ കല്ല് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അതിലെ കൂടെ മുഴുവൻ മണ്ണും പോകും. അതെ. അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടി അത് വെച്ചു. അത് അടച്ചു വെച്ചാൽ എന്ത് പറ്റും വെച്ചാൽ വെള്ളം അതിൽ കെട്ടി കിടന്നിട്ട് ഇത് ചീഞ്ഞു പോകും. അപ്പോൾ അത് ചീഞ്ഞു പോകാതിരിക്കണ രീതിയിൽ ആണ് ചെയ്തത്. അപ്പൊ ബുദ്ധിപരമായിട്ടാണ് ചേട്ടൻ ഒരു ചെടി നടാനാണെങ്കിലും ചേട്ടന്റെ ബുദ്ധി പ്രയോഗിച്ചാണ് ചേട്ടൻ അത് ചെയ്തത് അല്ലേ? അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചു, ടാസ്ക് ഫിനിഷ് ചെയ്തല്ലോ. നമുക്കിനി ചേച്ചിയെ വിളിക്കാം. ചേച്ചി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. വായിച്ചു. എങ്ങനെയുണ്ട് ചേച്ചി? കൊള്ളാം, നൈസ് ആയിട്ടല്ലേ? അതായത് ലാസ്റ്റ് ഇതാ മറ്റേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോ ഗാർണിഷ് ചെയ്യുന്നത് പോലെ പെബിൾസ് ഒക്കെ ഇട്ട്. കുറച്ചുകൂടി മണ്ണ് വേണമായിരുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് കുറച്ചുകൂടി താന്നു പോയില്ല. ഞാൻ പറഞ്ഞതിന് പകരം വീട്ടല്ലേ. പിന്നെ ഒരു മണ്ടത്തരം പറഞ്ഞു. എന്താ? അത് ഇതില് 5-6 ചെടി നടാന്ന് പറഞ്ഞു. എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. 2 പറ്റുള്ളൂ. അല്ലല്ല, 6 നട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഫുൾ തിക്കാവും. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോൾ പോലെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. ഇല്ല, നിങ്ങൾ തമ്മിലൊരു തീരുമാനം പറ്റുമോ ഇല്ലയോ? ഈ ചട്ടിയില്
ഒരെണ്ണം കൂടി പറ്റുമായിരിക്കും, അതിനുള്ളിൽ പറ്റില്ല. ഓൾവേസ് ലേഡീസ് റൈറ്റ്. യാ ഓക്കെ. പിന്നെന്താ ചേച്ചി, നന്നായിട്ട് ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടില്ലേ? പിന്നെ നന്നായിട്ട് നമ്മുടെ വളവിട്ടതും മണ്ണിട്ടതും അത് കഴിഞ്ഞ് പെബിൾസ് ഒക്കെ ഇട്ടതെല്ലാം നന്നായിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എനിവേസ് എന്തായാലും നമ്മുടെ ടാസ്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേച്ചി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് എന്ത് ചെയ്തെന്ന് അറിയാം, അത്ര അറിയാത്ത പോലൊക്കെ നിന്നെങ്കിലും ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഗാർഡനിങ് ഹെൽപ്പിന് വേണമെങ്കിൽ നമുക്ക് ചേട്ടനെ കൂടെ കൂട്ടാം. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ എന്ത് കാര്യവും ചെയ്യും, കോൺഫിഡൻസ് ഉണ്ട്. നല്ല കോൺഫിഡൻസ്. നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ചെയ്ത് കണ്ടോ, ലാസ്റ്റത്തെ സെഷൻ ഒന്നും നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചു അറിയാത്ത കാര്യങ്ങൾ കൊടുത്താലും നന്നായിട്ട് ചെയ്യും. ചെയ്യും. ചുരിദാർ മേടിക്കാൻ കാശ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെ പോയിട്ട്. അപ്പൊ എനിവേസ് എന്തായാലും നമ്മളൊരു പണി കൊടുത്തു, പക്ഷെ അത് വലിയ പണിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടനത് വേർത്ത് വിളിച്ചേക്കണ എന്നെ കണ്ടിട്ടാണോ? ചേട്ടനത് നിസ്സാരമായി ഫിനിഷ് ചെയ്തു. അതെ അതെ, ഇത് ചെറുതായി പോയി തോന്നുന്നു അല്ലേ? ചേച്ചിയാ ചെറുതാക്കി കൊടുത്തത്, കുറച്ചും കൂടെ വലുത് കൊടുക്കായിരുന്നു. ഇനിയിപ്പോ അടുത്ത തവണ ആവട്ടെ, കുറച്ചും കൂടെ വലിയ എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിച്ച് വെക്കാം. അപ്പൊ ചേച്ചി അടുത്ത എന്താ, നമ്മളുടെ ഗെയിം സെഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം ചേച്ചിയെ കാത്തിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഗെയിം സെഷൻ ആണ്. അപ്പോൾ ഗെയിം കാർഡ്സ് ഉണ്ട്. ഗെയിം കാർഡ്സിനകത്തുനിന്ന് ഒരു ഗെയിം കാർഡ് ചേച്ചി ചൂസ് ചെയ്യുന്നു. ആ ഗെയിം നമ്മൾ കളിക്കുന്നു. ഓക്കെ, ചൂസ് ചെയ്തു. ഏത് വേണം ഇതിനകത്തുനിന്ന്? ചേച്ചി എൻ്റെ അടുത്തുനിന്ന് വന്നെടുത്തു നോക്കാം. സോ ഈ ഗെയിമാണ് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാൻ പോകുന്നത്. ഗ്ലാസും പ്ലേറ്റും വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അത് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരെണ്ണമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് കളിച്ചു നോക്കാം. ബട്ട് ഇതിനകത്ത് രണ്ടിനകത്ത് എന്താന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ? നോക്കാം. ഒന്നെടുക്കും, ചേച്ചിക്ക് എടുക്കാൻ പറ്റും, ഞാൻ എടുക്കാൻ പറ്റില്ല ഗെയിം കാർഡ്. ഇതിനകത്ത് നോക്കിക്കോ, പേടിക്കണ്ട, എനിക്ക് നോക്കാം. ഇങ്ങനെ തിരിച്ചാ മതി. ഓക്കെ. ഇത് ബോൾ ആൻഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഗെയിം. കണ്ടില്ലേ? കണ്ടു. അടുത്തത് എന്തായിരിക്കും ചേച്ചി? ടിഷ്യൂ പേപ്പർ ആൻഡ് നമ്മളുടെ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളതാണ് നമ്മൾ എടുത്തത് കേട്ടോ. അങ്ങനെ ആശ്വസിക്കാം. അപ്പൊ എന്തായാലും ചേച്ചി ഇനിയിപ്പോ നമ്മൾ രണ്ടും കൂടാണ് ഗെയിം സെഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ചേച്ചി കളിക്കും, ദെൻ ഞാൻ കളിക്കും. ഈ ഗെയിം എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനു മുമ്പ് പ്രോപ്പർട്ടീസ് വരട്ടെ. പ്രോപ്പർട്ടീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഗെയിം കാർഡിൽ കണ്ട പോലെ തന്നെ ഗ്ലാസ്സും ഉണ്ട്, പ്ലേറ്റും ഉണ്ട്. ഗെയിം എങ്ങനെയാന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ചേച്ചി ഒന്ന് ശ്വാസം വിട്. ചേച്ചി ഗെയിം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ ഇത്രയും നേരം ഇവിടെ ഭയങ്കര വൺ വൈബായിട്ട് നിന്നാള് പിന്നെ ഭയങ്കര സീരിയസ് ആയി. ചേച്ചി കുഴപ്പമൊന്നുമില്ല, ചിൽപ്പിൽ. ഓക്കെ, അപ്പൊ ഈ ഗെയിം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗെയിം കാർഡിൽ കണ്ട പോലെ തന്നെ ഒരു ഗ്ലാസ് വെക്കുന്നു താഴെ, അതിന്റെ മുകളിൽ പ്ലേറ്റ് വെക്കുന്നു. പിന്നെ ആ പ്ലേറ്റിന്റെ പുറത്ത് 2 ഗ്ലാസ്, ദെൻ പ്ലേറ്റ്, ദെൻ 3 ഗ്ലാസ്, പ്ലേറ്റ്, ഏറ്റവും ടോപ്പിൽ 4 ഗ്ലാസ്, ദെൻ പ്ലേറ്റ്. അപ്പൊ അത് ഫിനിഷ് ആവും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ചേച്ചി ഗെയിം കളിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ടൈമർ ഇവിടെ സെറ്റ് ചെയ്യും സ്റ്റാർട്ട് പറയുമ്പോൾ. സോ ചേച്ചി എത്ര ടൈമിലാണ് ഇത് ഫിനിഷ് ചെയ്തത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ ഞാൻ കളിക്കും. അപ്പൊ നമ്മളൊന്ന് കമ്പയർ ചെയ്യും. ഏറ്റവും വേഗം ഫിനിഷ് ചെയ്ത ആളാണ് വിന്നർ ആവുക. ഇൻ ബിറ്റ്വീൻ ഇത് ഇങ്ങനെ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മളിവിടെ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഗെയിം റൂൾസ്. ഓക്കെ. ആ പ്ലേറ്റും കൂടെ എടുത്തൊന്ന് മുകളിൽ വെച്ച് ചേച്ചി. യെസ്, ഫിനിഷ്ഡ്. സോ 54 സെക്കൻഡ്സിലാണ് ചേച്ചി ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് 4 പ്ലേസ് ചെയ്തു. ഗെയിം പക്കയായിട്ട് ഫിനിഷ് ചെയ്തു. ആൻഡ് ഇനി അടുത്ത എൻ്റെ ടേൺ ആണ് ചേച്ചി. അപ്പോൾ ഞാൻ ഇതിനേക്കാളും കുറച്ചും കൂടെ കുറച്ച് ചെയ്യണം. അതെ, കണക്കനുസരിച്ചിട്ട് അങ്ങനെയാണല്ലോ. കുറച്ചും കൂടെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഞാൻ ജയിക്കുക.
ബാലൻസ് ചെയ്യിക്ക്. ബാലൻസ് ചെയ്യിക്ക്. 3 3 3 3 3. സമയം പോകുന്നു. താഴെ വീണ്. എങ്ങനെയോ ഫിനിഷ് ചെയ്തു ദൈവമേ. സ്റ്റോപ്പ് ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ചേച്ചി ടൈമർ നോക്കട്ടെ, എന്തായാലും കൂടിയിട്ടുണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്നത് 1 minute 9 seconds ആണ്, ചേച്ചി എടുത്തിരിക്കുന്നത് 54 seconds ആണ്. അപ്പൊ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു. ചേച്ചി നേരത്തെ ഈ പേപ്പറും കപ്പും വെച്ചിട്ട് ഗെയിം കളിച്ചിട്ടില്ലേ? സത്യം പറയാം. ഇല്ല, കളിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എനിവേസ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം ചേച്ചിക്ക് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അത് അറിയുന്നതിന് മുമ്പ്, അത് ഞാൻ പറയാം, അതിനു മുമ്പ് നമുക്ക് ഫുൾ ഫാമിലിയെ വിളിച്ചാലോ? വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ്. താങ്ക് യു വൺസ് അഗൈൻ. കണ്ടായിരുന്നോ നിജ ചേച്ചിയുടെ ഗെയിം? ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം നിജ ചേച്ചി അടിച്ചെടുത്തു അല്ല, നല്ല ഭംഗിയായിട്ട് ഗെയിം കളിച്ചെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം ഒക്കെ? ചേട്ടൻ അവിടെ നിന്ന് എന്തൊക്കെയോ കൗണ്ടർ അടിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ് ഒക്കെ തലയും കുത്തി വെച്ച് ഞങ്ങളെ മനഃപൂർവ്വം ജയിപ്പിച്ചാണെന്ന് ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. ചേട്ടൻ അങ്ങനെ കുറച്ച് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞു, എല്ലാരും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കട്ടെ. എനിക്കതിന്റെ മാത്തമെറ്റിക്സ് അറിയത്തില്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. പക്ഷെ എന്റെ ഭാര്യ പിടിക്കുകയായതുകൊണ്ട് ജയിച്ചേ. ഇത് മറ്റേ പകുതി പള്ളിക്ക് കൊടുത്തു. അതാണല്ലേ? ഇത് പള്ളിക്ക് കൊടുക്കണ്ട, ശരിയാണ്. അല്ല, ഞാനത് പകുതി പള്ളിക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെട്ടില്ലല്ലോ. പേര് പറഞ്ഞായിരുന്നു. നിഖിലും വിവേകും. സാധാരണ ചെക്കന്മാരുടെ പേര് ഞാൻ അങ്ങനെ മറന്നു പോകാറില്ല, അതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നു. അപ്പൊ എന്തായാലും എക്സ്ക്ലൂസീവ് സമ്മാനം എന്താണെന്ന് അറിയണ്ടേ ഗൈസ്? നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന കുറവായിരിക്കുമല്ലോ, കാരണം നിങ്ങൾ രണ്ടും വർക്കിംഗ് ആണ്, രണ്ട് ബിസിനസ് ഐക്കൺസ്. സോ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നിച്ച് ടൈം എല്ലാവർക്കും കൂടെ കിട്ടുക റെയർ ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റാണ് ഞാൻ തരാൻ പോകുന്നത്. റോസ് ടൗൺ ഗ്ലോബൽ ഗ്രിൽ ഇടപ്പള്ളി കൊച്ചി നൽകുന്ന നല്ല അടിപൊളി ഒരു ഡിന്നറാണ് നിങ്ങൾക്ക് സമ്മാനമായി തരാൻ പോകുന്നത്. ഇത് മാത്രമല്ല, വേറെയും കുറച്ച് ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. മൈ ചോയ്സ് 4 ആൾ അറിയുന്ന പുട്ട് ഇനി സ്പൈസസും നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ്, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം സൂര്യ വാഷിംഗ് സോപ്പ്, 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. വേദനകൾ മറക്കാം, നന്നായി നടക്കാം, ബിഗ് ബിയുടെ ഓർത്തോപീഡിക്സ് ചെരുപ്പുകൾ. ബിഗ് ബി നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. പച്ചവെള്ളത്തിൽ തയ്യാറാക്കാവുന്ന ഒറോട്ടി സ്പെഷ്യൽ അരിപ്പൊടി, സ്വാദിഷ്ടമായ നൂൽപുട്ട്, അരിപ്പത്തിരി എന്നിവ ഉണ്ടാക്കാം. എക്കോ ഫ്രണ്ട്ലി ബയോഡീഗ്രേഡബിൾ കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ഹോം കെയർ പ്രോഡക്ട്സ് ബൈ ബയോഗ്രിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേഗം പോയി ഡ്രസ്സ് മാറി വരികയല്ലേ? അപ്പൊ നമുക്ക് ഡിന്നറിന് പോവാം. സോ നമുക്ക് റോസ് ടൗൺ ഗ്ലോബൽ ഗ്രിൽ ഇടപ്പള്ളി കൊച്ചിയിൽ കാണാം. എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്തോ? അപ്പൊ എന്തായാലും എന്താ പറയുക, നല്ലൊരു ഹാപ്പി ഫൺ മൊമെന്റ് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാവ് എ ഹാപ്പി നൈറ്റ്.
ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് നിങ്ങൾക്കും വേണ്ടേ? ഹാപ്പി ഫൺ ചിൽ മൊമെന്റ്സ്. അതിനുവേണ്ടി നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിന്റെ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് അയച്ചു തരിക. സോ പാർട്ട്ണർക്ക് ഇട്ടൊരു പണി കൊടുക്കാം, അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഒരു ഗെയിം സെഷൻ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ വേഗം തന്നെ ഡീറ്റെയിൽസ് നമുക്ക് മെയിൽ ചെയ്തോളൂ. മറ്റൊരു പുതിയ എപ്പിസോഡുമായി കാണാം. ടിൽ ദെൻ ദിസ് ഇസ് മീ ശ്രീനിധി സമൃദ്ധ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.